ഇന്ത്യൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി കഴിഞ്ഞാൽ 7ാം സ്ഥാനത്തുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അദ്ദേഹത്തിന് നേരെയാണ് ഇതുപോലൊരു ആക്രമണ ശ്രമം ഉണ്ടായിട്ടുള്ളത്. അതും സനാതനധർമ്മം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് ഉള്ളൊരു നീക്കം. നോക്കൂ, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് ഈ നാട്ടിൽ എന്ത് ചെയ്താലും ഒരു പുല്ലും സംഭവിക്കില്ല എന്ന ഒരു തോന്നലിലേക്ക് ഈ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് നേരത്തെ BHPയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ശേഖർ കുമാർ യാദവ് നടത്തിയ പ്രസ്താവന നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് ശേഖർ കുമാർ യാദവ് പറഞ്ഞത്? ഇന്ത്യ ഭൂരിപക്ഷം ഉള്ളവർ ഭരിക്കുമെന്ന്, അതായത് ഹിന്ദുക്കൾ ഭരിക്കുമെന്ന്. ഇന്ത്യ ഭരിക്കാൻ അവകാശമുള്ളവർ ഇന്ത്യയിലെ ഹിന്ദുക്കളാണെന്നാണ് ഒരു കോടതിയിലെ ജഡ്ജി, ഒരു ഹൈക്കോടതിയിലെ ജഡ്ജി വന്ന് ഒരു പൊതുസമൂഹത്തോട് പറയുന്നത്. മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്ത് ഭരിക്കാൻ ഒരു അവകാശവുമില്ല, അതാണ് ഒരു ജഡ്ജി പറയുന്നത്. ആ ജഡ്ജിയാണ് പിന്നീട് അലഹബാദ് ഹൈക്കോടതിയിലിരുന്ന് കേസുകൾ പരിഗണിക്കുന്നത്, നീതി ഉറപ്പാക്കാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത്. ആ ജഡ്ജിക്കെതിരെ ചെറുവിരലനക്കാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം നടത്തി 2 തവണ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ സുപ്രീം കോടതിയിലേക്ക് വിളിച്ചു വരുത്തി. കൊളീജിയം അദ്ദേഹത്തെ ശാസിച്ചു. തൊട്ടു പിന്നാലെ എത്തി രാജ്യസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് കത്തെത്തി സുപ്രീം കോടതിക്ക് ഇങ്ങനെ അന്വേഷണം നടത്താൻ അധികാരമില്ല എന്ന്.